സഫു വളയാതെ കാലിൻ്റെ ബാക്ക് സൈഡ് മടമ്പ് കാല് ശ്രദ്ധിച്ച് ചേർന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ولتكبروا الله على ما هداكم ولعلكم تشكرون. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞത് വെള്ളമുണ്ടോ? അല്ലാഹു പറഞ്ഞത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് നേർവഴി കാട്ടിത്തന്നതിന് പടച്ച തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നതിനും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയോടെ ജീവിക്കുന്നതിന് വേണ്ടിയുമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഹിജ്റ 1447 9ാമത്തെ മാസമായ പരിശുദ്ധ റമദാൻ, അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശവ്വാൽ മാസം 1 അല്ലാഹു നമുക്ക് ഐച്ഛികമായ സുന്നത്തായി കൽപ്പിച്ച ഈദുൽ ഫിത്ർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷ ദിനങ്ങളാണുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാളും 2 വലിയ പെരുന്നാളും. ചെറിയ പെരുന്നാൾ എന്നാൽ 30 അല്ലെങ്കിൽ 29 ദിവസത്തിലെ നോമ്പിനെ പൂർത്തിയാക്കിയാണ് സന്തോഷ പ്രകടനമാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നും കഴിഞ്ഞ സൽക്കർമ്മങ്ങളെല്ലാം കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമസ്കാരത്തിന്റെ ചെറിയ ഒരു രൂപം പറയാം. സാധാ സുന്നത്ത് നിസ്കാരം പോലെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഒരു പ്രത്യേകതയുള്ളത് 12 തക്ബീറുകൾ 2 റക്അത്തിലും കൂടുതലുണ്ട് എന്നത് മാത്രമാണ്. ആദ്യത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കൂടാതെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം 7 തക്ബീറും, രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്നും നാം എഴുന്നേറ്റ് വരുമ്പോഴുള്ള ഇന്തികാലത്തിന്റെ തക്ബീർ കൂടാതെ 5 തക്ബീർ. ഈ 5ഉം 7ഉം കൂടി 12 തക്ബീറാണ് പ്രത്യേകതയുള്ളത്.
ചെറുപെരുന്നാൾ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ നെയ്യത്ത് ഉറപ്പിച്ചതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം, പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം 7 തക്ബീർ. തക്ബീറുകൾക്കിടയിൽ പ്രത്യേകിച്ചൊന്നും നബിയിൽ നിന്നും റിപ്പോർട്ടില്ലെങ്കിലും അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണാം: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് ചെറുപെരുന്നാൾ നിസ്കാരത്തിന്റെ ചെറിയ രൂപം. ഇൻഷാ അല്ലാഹ് ആരംഭിക്കല്ലേ? അല്ലാഹു അക്ബർ. 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لبالصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله
الله أكبر الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യാവിശ്വാസികളെ, വിശ്വാസിനികൾ, സകല ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഈ വർഷത്തെ ഈദുൽ ഫിത്തർ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഒരു പെരുന്നാൾ ദിവസം തന്നെ സംഗമിച്ചു, സമ്മേളിച്ചു എന്നത് അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹമാണ്. വെള്ളി പെരുന്നാൾ ദിവസമാണ്, അതോടൊപ്പം തന്നെ ചെറിയ പെരുന്നാളും പെരുന്നാൾ ദിവസമാണ്. ഈദൈൻ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് കൂടുതൽ പുണ്യങ്ങളും കൂടുതൽ പ്രതിഫലങ്ങളും തീർച്ചയായും ഇന്നത്തെ ദിവസത്തിലുണ്ട്. അത് നമുക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ നമ്മുടെ ജീവിതം നാം എല്ലാവരും വ്രത അനുഷ്ഠാനത്തിലായിരുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ പച്ചവെള്ളം പോലും കുടിക്കാതെ, ദാഹിച്ച് അവശരായി, ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച്, ഏകനായ രക്ഷിതാവിന്റെ പ്രീതി പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം നോമ്പനുഷ്ഠിച്ചത് കഴിഞ്ഞ 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 29 ദിവസത്തേക്ക് മാത്രം അല്ല എന്ന ഒരു വിചാരം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ ശിഷ്ട ജീവിതത്തിലേക്കുള്ള ഒരു ഇംസാഖ്, ഒരു പിടിച്ചു നിൽക്കൽ, ഒരു തഖ്വയായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നോമ്പ് കൊണ്ട് നാം കരസ്ഥമാക്കേണ്ടത്. ഒരു മാസം നമുക്ക് തഖ്വ പാലിക്കാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള മാസങ്ങളും കൂടി തഖ്വ പാലിക്കാൻ നമുക്ക് കഴിയും എന്ന് നാം പരീക്ഷണാർത്ഥം അള്ളാഹുവിനെ നാം ബോധ്യപ്പെടുത്തുകയുണ്ടായി. ആരുടെയും കുറവുകൾ അന്വേഷിക്കാതെ, കുറ്റങ്ങൾ അന്വേഷിക്കാതെ, തിന്മയായ ഒരു കാര്യങ്ങളിലേക്കും നാം ശ്രദ്ധ കൊടുക്കാതെ, അള്ളാഹുവിന്റെ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോയി ഉപജീവനം തേടി, ബാക്കിയുള്ള സമയങ്ങൾ രാവിലാകട്ടെ പകലിലാകട്ടെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനിയായ ചുറ്റുപാടിലായിരുന്നു ഞാനും നിങ്ങളും എല്ലാവരും. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കും പുലർത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞ നോമ്പുകളെല്ലാം തറാവീഹ്, ഖിയാമു റമദാൻ, ഖിയാമുൽ ലൈല്, ഖുർആൻ പാരായണം, സദഖകൾ, ദാനധർമ്മങ്ങൾ, മറ്റു പുണ്യങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ സുവ്യക്തമായ റെക്കോർഡിക്കൽ തെളിവുകളാണ്. ഈ ഒരവസ്ഥ നമുക്ക് വച്ചു പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക ക്രയ വിക്രയങ്ങളുടെ കാര്യങ്ങളിൽ, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളിൽ പോലും നമുക്ക് മുസ്ലിങ്ങൾക്ക് തഖ്വ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ പട്ടിണി കിടക്കൽ വെറുതെയാണ്. അള്ളാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നാളത്തെ ജീവിതത്തിന് വേണ്ടി ആര് സമ്പാദിക്കും എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയെങ്കിലും അടിച്ചുപൊളിച്ച് ജീവിക്കാനല്ല അള്ളാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കാലാകാലത്തേക്കുള്ള നമ്മുടെ സ്വർഗ്ഗലോകം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം. നമ്മുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ഒരു മനുഷ്യന് കൂടി വന്നാൽ 20 വർഷമാണ് മാന്യമായ നിലയിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവനെ ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ. ഈ 20 വർഷം കൊണ്ടായിരിക്കണം യുഗങ്ങളോളം, അറ്റമില്ലാത്ത കാലഘട്ടത്തോളം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സുഖലോലുപതയിൽ നിറക്കപ്പെട്ട ജന്നാത്തുൻ നഈമിലും ഫിർദൗസിലും
നമുക്ക് കടന്ന് താമസിക്കാനുള്ള സമ്പാദ്യം ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നാം നേടിയെടുക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു റമദാൻ നൽകിയത്, അത് ലൈലത്തുൽ ഖദർ നൽകിയത്, മറ്റു ഇതര സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇന്നു മുതലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതങ്ങളെല്ലാം. മൻ ജഅലഹു അമാമഹു, ഖുർആനിനെ ആര് തന്റെ മുൻപിൽ ഇമാമായി നിർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ഖുർആനിന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളും ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഖുർആൻ ഇവന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും. ഏതെങ്കിലും ഒരാള് വമൻ ജഅലഹു ഖൽഫ ദഹ്രിഹി, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ അവന്റെ മുതുകിന്റെ പിന്നിലാക്കിയാൽ, അതായത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കാതെ തനിക്ക് തോന്നിയ നിലയിലുള്ള ജീവിതമാണ് അവൻ ജീവിച്ചതെങ്കിൽ സാഖഹു ഇലന്നാർ, അത് അവനെ നരകത്തിലേക്ക് തെളിക്കുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു കൃത്യമായ നിർദ്ദേശം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു കൽപ്പന മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇന്നു മുതലുള്ള മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കേണ്ടത്. അള്ളാഹു ആ നിലയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനിലേക്ക് നിങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക. അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ പിടികൂടിയാൽ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് അവതരിച്ച് കിട്ടിയ ഏറ്റവും ഉത്തമമായ വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾ തുടരുക. നിലച്ചിരിക്കാതെയായിരിക്കും ശിക്ഷ നിങ്ങളിലേക്ക് വന്ന് ഇറങ്ങുന്നത്. നിങ്ങൾ ഓർക്കാപ്പുറത്തായിരിക്കാം. അതുകൊണ്ട് ആ ഒരു നിലപാട് നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ ഫോളോ ചെയ്യുക. അള്ളാഹുവിനോട് ഞാൻ നൽകേണ്ട ബാധ്യതകളൊന്നും നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കുന്നതിന് കേഴുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. ഞാൻ നിസ്സാരക്കാരനും ഞാൻ കളിയാക്കപ്പെടുന്നവനും ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾ കേഴുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം, എനിക്ക് അല്ലാഹു നേർവഴി നൽകിയിരുന്നു എങ്കിൽ ഞാൻ തഖ്വയുള്ളവനാകുമായിരുന്നു എന്ന സങ്കടം നിങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ തഖ്വയിലേക്ക് വരിക. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ കാണുമ്പോൾ എനിക്കൊന്നുകൂടി ഒരവസരം ഈ ഭൂമിയിൽ ജീവിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയെങ്കിൽ ഞാൻ നല്ല മനുഷ്യനാകുമായിരുന്നു എന്ന് വിലപിക്കപ്പെടുന്നതിന് മുമ്പ് വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് അല്ലാഹു നൽകിയ അവസരത്തെ നാം ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള വിലാപം നിങ്ങൾ വിലപിച്ചാൽ ആ ഒരവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അല്ലാഹു അവനോട് നമ്മോട് പറയും, അതെ എന്റെ ഖുർആൻ, എന്റെ പ്രബോധകന്മാർ, എന്റെ പ്രവാചകന്മാർ, എന്റെ മുർസലുകൾ നിങ്ങളിലേക്ക് വന്നു, പക്ഷെ നിങ്ങൾ അവരെ തള്ളി, നിങ്ങൾ ധിക്കരിച്ചു, നിങ്ങൾ അഹങ്കരിച്ചു, നിങ്ങൾ കളവാക്കുകയാണ് ചെയ്തത് എന്ന് അല്ലാഹു നമ്മോട് പറയപ്പെടുന്നതിന് മുമ്പ്, ഈ ഒരു ദുർഗതി നമുക്ക് വരുന്നതിന് മുമ്പ്, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുക. അതിനാണ് റമദാൻ നമുക്കൊരു പരിശീലന കളരി 30 ദിവസം രാവും പകലും നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. നാം അതിൽ സമ്പൂർണമായി മാക്സിമം ഒക്കെ വിജയിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് തുടർന്നു പോകാൻ നമുക്ക് കഴിയുന്നതിനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി അല്ലാഹു നമുക്ക് നൽകുന്ന സ്വർഗം ഉന്നതമാണ്. പ്രവാചകൻ പറയുന്നു,
ഒരു ചാട്ടവാർ വയ്ക്കാനുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടുന്നതെങ്കിൽ പോലും ഈ ഭൂമിയും ഇതിലുള്ള മുഴുവൻ വിഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇസ്ലാമിക ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരുവിധ തിന്മകളിലേക്ക് മാക്സിമം പോകാതെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം തന്നെ സൂക്ഷിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പറയുന്നു, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകരുത്, നിങ്ങൾ പലിശയിലേക്ക് പോകരുത്, നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കരുത്, നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുക, കൈക്കൂലി കൊടുക്കരുത്, അത് വാങ്ങരുത്, കൃത്രിമങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, നിങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങൾ അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തെ, അഥവാ ഒരു മുഅ്മിനും ഒരു മുസ്ലിമും ഒരു മുസ്ലിമത്തും ഒരു മുഅ്മിനത്തും, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം ഖുർആനുമായി തുലനം ചെയ്യേണ്ടത്. അതിനാണ് അള്ളാഹു നമുക്ക് നോമ്പ് നൽകിയത്, അതിനാണ് അള്ളാഹു നമുക്ക് ഇതര സൽക്കർമ്മങ്ങളെല്ലാം നൽകിയത്. അല്ലാതെ വർഷത്തിൽ 1-2 പ്രാവശ്യം നാം ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി 2 റക്അത്ത് സാധാ സുന്നത്ത് നിസ്കരിച്ച്, ഞാൻ പെരുന്നാൾ നിസ്കരിച്ചു, ഞാൻ നോമ്പനുഷ്ഠിച്ചു എന്ന ഒരു സംതൃപ്തിയോട് കൂടി മടങ്ങി പോകാനല്ല. ഇന്നു മുതൽ തുടങ്ങുന്ന നമ്മുടെ അടുത്ത ജീവിതത്തിൽ നാം റമദാനിൽ എങ്ങനെയാണോ കഴിഞ്ഞത് അതേ പ്രകാരം തന്നെ നമ്മുടെ നാവുകളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അവയവങ്ങളെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, റബ്ബ് നമ്മളെ കബൂലാക്കട്ടെ. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ കഷ്ടപ്പാടിലും വിഷമത്തിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെയായി കഴിയുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ നമ്മൾ ഇന്നാട്ടിലുമുണ്ട്, ഇപ്പോൾ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവർ എല്ലാവരും വലിയ പ്രതിസന്ധിയിലും പേടിയിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെയാണ് നിലവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് അവർ സുഖത്തിലായിരുന്നു, ഒരു കാലത്ത് അവർ സന്തോഷത്തിലായിരുന്നു. ഒരു കാലം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ഫെബ്രുവരി 28-ന് മുമ്പ് വരെ അവർ സുഖത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു. അള്ളാഹുവിന്റെ നടപടി, അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോൾ കൂട്ട അടിയായി, ഇടിയായി, അതിനുവേണ്ടി ക്രിമിനലുകളും അതിനുവേണ്ടി തോന്നിയാസികളും അതിനുവേണ്ടി ധിക്കാരം പ്രവർത്തിക്കുന്നവരെയും അള്ളാഹു ഇറക്കി വിട്ടു. സഹോദരങ്ങളെ, നമ്മുടെ തഖ്വയില്ലായ്മയും ഖുർആനിനോടുള്ള നിരാസവും, അത് അറബിയാകട്ടെ അനറബിയാകട്ടെ രാജാവാകട്ടെ പ്രജയാകട്ടെ എത്ര വലിയവരും ചെറിയവരുമാകട്ടെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ ചെയ്തു കൂട്ടുന്നതിനാണ് നമ്മളൊക്കെ ഇവിടെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു സമാധാനത്തിൽ എത്തിക്കട്ടെ. ധിക്കാരികളെ അള്ളാഹു കൈകാര്യം ചെയ്യട്ടെ. നമ്മുടെ അറബ് സഹോദരങ്ങൾക്ക് നേര് മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ, ഒരുത്തന്റെയും മുമ്പിൽ പോയി സുജൂദിലും റുക്കൂഇലും വീഴാതെ തന്റേടത്തോടുകൂടി അള്ളാഹു ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നൽകിയത് മുഴുവനും സഹോദരങ്ങളെ നമുക്കാ. എണ്ണ നമുക്കാ നൽകിയത്, പെട്രോൾ നമുക്കാ നൽകിയത്, ഡീസൽ നമ്മുടെയാ, ഗ്യാസും അങ്ങനെയാ, സ്വർണവും അതെ, വെള്ളിയും അതെ. മനുഷ്യനാവശ്യമായതെല്ലാം സമ്പത്തിന്റെ മുക്കാഭാഗവും നമ്മുടെ കയ്യിൽ നൽകിയിട്ട് അത് മാന്യമായി ഉപയോഗിക്കാൻ കഴിയാതെ വല്ലവന്റെയും കാലും പിടിച്ച് അവന്റെയൊക്കെ മുമ്പിൽ പോയി സുജൂദിൽ വീണ് രക്ഷിക്കണേ എന്ന് കേണപേക്ഷിക്കുന്ന ഒരു ദുർഗതി, ഒരു ദുരവസ്ഥ, അത് മാറ്റി നമ്മുടെ സഹോദരങ്ങൾക്ക്, അത് രാജാക്കന്മാരാകട്ടെ, പ്രധാനമന്ത്രിമാരാകട്ടെ, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരാകട്ടെ, അവർക്കെല്ലാം നേരിന്റെ പാതയിലേക്ക് വന്ന് ഇസ്ലാമിന്റെ ഇസ്സത്ത് ലോകത്താകെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ത്രാണി, ഒരു തഖ്വ, ഒരു കഴിവ് അവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഷഹാദത്തിന്റെ കൂലി നൽകട്ടെ. ഗസ്സയെ പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ തൗഫീഖ് നൽകട്ടെ. അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു കൈകാര്യം ചെയ്യട്ടെ. നല്ല മുസ്ലിമായി ജീവിച്ച്
നല്ല മുസ്ലിമായി മരിച്ച് മുസ്ലിങ്ങളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം സ്വർഗീയ ആരാമങ്ങളിൽ കഴിയാൻ നമുക്കും എല്ലാ വിശ്വാസിനികൾക്കും പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പ്രധാന കാര്യം അറിയിക്കാവുന്നത്, ഈദ്ഗാഹിൽ ഇറങ്ങി തിരികെ പോകുമ്പോൾ ഒരു കളക്ഷൻ കൊണ്ടെടുക്കാറുണ്ട്. ഈ കളക്ഷൻ ഈദ്ഗാഹിൻ്റെ ചെലവിലേക്ക് ബാക്കി വരുന്ന തുക നമ്മൾ പാവങ്ങൾക്കുമായി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലായിരിക്കും. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. വിദ്യാർത്ഥിപ്പെട്ട ഈദ് കമ്മിറ്റിയുടെ പേരിൽ ഏതും ഈദ് കമ്മിറ്റിയുടെ പേരിൽ معانك اللهم تقبل الله منا ومنكم صالح الاعمال. പിടിച്ചിട്ടുണ്ട്. അതല്ലേ പിടിക്കാൻ ഞാനല്ലേ